ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ ഗ്ലാം ആൻഡ് ഗ്രാം വിത്ത് വർഷ. സോ എല്ലാവർക്കും ഇന്നൊരു അടിപൊളി ഡേ വിഷ് ചെയ്യുന്നു. സോ ഇന്ന് ഞാനൊരു മോർണിംഗ് റൊട്ടീനാണ് ചെയ്യുന്നത്. എൻ്റെ മോർണിംഗ്സ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം സെയിം ആയിരിക്കും. കാരണം രാവിലെ എണീക്കുക, ഹസ്ബൻഡ് ഓഫീസിൽ പോവും, പിന്നെ കുറച്ച് സമയം ഉണ്ടാവും, എന്നിട്ട് ഞാനൊന്ന് ജസ്റ്റ് കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ ഞാൻ റെഡി ആയിട്ട് ഓഫീസിൽ പോകും. ഇതൊക്കെ തന്നെയാണ് എൻ്റെ മോർണിംഗ്. ബട്ട് അത് ഞാനൊരു മോർണിംഗ് റൊട്ടീനായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് വാട്ട് ഐ ഡു ഇസ്, ഞാൻ എണീറ്റ ഉടനെ ഞാൻ പോയി ഫസ്റ്റ് ഫ്രഷൻ അപ്പ് ആവും, ബ്രഷൊക്കെ ചെയ്ത് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്യും. ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യില്ല, കാരണം എന്തായാലും ഞാൻ കുറച്ച് കഴിയുമ്പോൾ കുളിക്കാൻ പോവായിരിക്കും. സോ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രഷൻ അപ്പൊക്കെ ആയിട്ട് എൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ ഞാൻ സെറ്റാക്കി വെക്കും. പിന്നെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു വെക്കും. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിപ്പോൾ ഇന്ന് രാവിലെ കുറേ നാളായിട്ട് ഇപ്പോൾ ഈ ഒരു ഡിറ്റോക്സ് ഡ്രിങ്ക് കുടിക്കുന്നുണ്ട്. ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡൈജഷൻ പ്രോസസ്സിനും വെയിറ്റ് ലോസ് പ്രോസസ്സിനും എന്താ പറയുക, ബോഡിയിൽ ഒരു ക്ലെൻസിനെസ് ആവാനും, പിന്നെ എൻ്റെ ഫേസ് ഒക്കെ ഒന്ന് ജസ്റ്റ്, എനിക്ക് എന്നും പിമ്പിൾ വരുന്ന ഒരു ഫേസ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ, അതൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നത്തിങ്, ഇതൊരു എന്താ പറയുക, ഒരു ഹാഫ് ലെമൺ, വെള്ളം, ചിയ സീഡ്സ്, ഒരു 2-3 കല്ലുപ്പുണ്ടല്ലോ, അതും. കല്ലുപ്പ് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഞാൻ ടേസ്റ്റിന് വേണ്ടി ഇട്ടതാ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹണി ആണെങ്കിൽ ഹണിയും ചേർക്കാം. ഡെയിലി ഇതൊരു എംപ്റ്റി സ്റ്റമക്കിൽ കുടിച്ചാൽ നല്ലൊരു എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഞാൻ രാവിലെ ഇങ്ങനെ ഇരുന്നിട്ട് ഈ ഡ്രിങ്കൊക്കെ കുറച്ച് എൻജോയ് ചെയ്ത് കുടിക്കും. എന്നിട്ട് പിന്നെ ബെഡൊക്കെ ഒന്ന് സെറ്റായിട്ട് കുറച്ച് എണ്ണയൊക്കെ വെച്ചിട്ട് ഞാൻ കുളിക്കും. അപ്പം ഞാൻ ഡ്രിങ്കൊക്കെ ഒന്ന് കുടിക്കട്ടെ. അങ്ങനെ ഡ്രിങ്കൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ എൻ്റെ നല്ല വിട്ടുള്ളൊരു ചീപ്പ് വെച്ചിട്ട് മുടിയൊക്കെ ഒന്ന് ചിക്കെടുത്തിട്ട് ഞാൻ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കും. എന്നിട്ട് ഒരു 10 മിനിറ്റ്സ് ഒക്കെ എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, കൂടുതൽ സമയമൊന്നുമില്ല. അങ്ങനെ 10 മിനിറ്റ്സ് ഇരുന്നിട്ട് ഞാൻ പോയി കുളിക്കും. പക്ഷെ ആ 10 മിനിറ്റ്സ് എങ്കിലും മുടിയിൽ ഓയിൽ പിടിക്കുമല്ലോ. ഞാനിപ്പോൾ കുറച്ച് ഹെയർ ഒന്ന് നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ഹെയർ ഒന്ന് ഗ്രോ ആവണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഹെയർ പാക്ക് അങ്ങനെയൊക്കെ മാക്സിമം എന്താ പറയുക ചെയ്യാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഞാൻ ഇനി എന്നും തല കുളിക്കുന്നത് നിർത്തിയിട്ട് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ഒക്കെ ഹെയർ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കുന്നുണ്ട്. നോക്കാം. അപ്പോൾ മുടിയുടെ ചിക്കൊക്കെ നല്ലപോലെ എടുത്ത് ഓയിൽ തേച്ച് കൊടുക്കാം. അങ്ങനെ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞു. എണ്ണയൊക്കെ തേച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് ഞാൻ ഇരിക്കും. സോ 9 o'clock ആയി. അപ്പോൾ ഒരു 15 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് ഞാൻ പോയി 9:15 ഒക്കെ ആകുമ്പോഴത്തേന് പോയി കുളിക്കും. അപ്പോഴത്തേക്ക് ഞാൻ ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും വീക്കിലി ഒരു വട്ടമാണ് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത്, എല്ലാ സൺഡേസും ആണ് ഞാൻ യൂഷ്വലി ബെഡ്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാറ്. അപ്പോൾ നിങ്ങളും എങ്ങനെയാണ്? അങ്ങനെയൊക്കെയല്ലേ, എല്ലാ ആഴ്ചയിലും നമ്മൾ ബെഡ്ഷീറ്റ്സും മാക്സിമം ട്രൈ ചെയ്യുക ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ഫേസിനും അതൊക്കെ ഭയങ്കര നല്ലതാണ്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഫേസിലെ പിമ്പിൾസൊക്കെ കുറഞ്ഞു തുടങ്ങിയത്. സോ ഞാൻ എപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എൻ്റെ ബെഡ്ഷീറ്റ്സൊക്കെ ചേഞ്ച് ചെയ്ത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ ഞാൻ പോയി ഇപ്പോൾ ബെഡ്ഷീറ്റൊക്കെ സെറ്റ് ചെയ്യട്ടെ. ഇന്ന് ഫ്രൈഡേ അല്ലേ, ഫ്രൈഡേ സാറ്റർഡേ. അങ്ങനെ ബെഡൊക്കെ സെറ്റ് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, ഞാൻ പോയി ഒന്ന് ജസ്റ്റ് ഒരു ഫേസ് പാക്ക് ഇട്ട്, ഫേസ് പാക്ക് അല്ല, തൈരും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടു, ജസ്റ്റ് ഒരു ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് ടാനൊക്കെ ആവത്തില്ല, അത് ജസ്റ്റൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഓഫീസ് ഡ്രസ്സ് കാണിച്ചു തരാം. സോ ഞാൻ കണ്ടോ, ഈ ഒരു ഷർട്ടും ഈ ഒരു ഡെനീമിൻ്റെ ജീൻസും കൂടെ പെയർ ചെയ്തിട്ടിടാന്നാണ് ഇന്ന് വിചാരിച്ചേക്കുന്നത്. സോ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് എല്ലാം സെറ്റായിട്ടേ പോയി കുളിക്കാറുള്ളൂ. സോ ഇപ്പോൾ ഇനി ഒരു 5 മിനിറ്റും കൂടി ഉണ്ട്, അതും കൂടി ആകുമ്പോഴത്തേന് ഞാൻ പോയി അപ്പോൾ എന്നിട്ട് ഞാൻ എപ്പോഴും ഹെയർ ഓയിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഒരു ഷാമ്പൂ ഇട്ടിട്ടാണ് ഹെയർ വാഷ് ചെയ്യുക. ഇത് ആയുർവേദിക്, എല്ലാവർക്കും അറിയാവുന്ന നമ്മൾ ധാത്രിയുടെ ദീദി ഷാമ്പൂ ആണ്. എനിക്ക് നല്ല ബെനിഫിറ്റായിട്ട് തോന്നി കേട്ടോ. നമുക്ക് എൻ്റെ കുറച്ച് ഡ്രൈ ആണ് ഹെയറിൽ, ഓയിലൊക്കെ ഇട്ടിട്ട് കഴുകി കഴിഞ്ഞാൽ അത്ര ഡ്രൈ ആയിട്ട് തോന്നില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ലിവിങ് കണ്ടീഷണർ കൂടെ ഇട്ട്, ഇത് അടിപൊളി ഷാമ്പൂ ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഷാമ്പൂ. ഇതിൻ്റെ സ്മെല്ലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഒരു 5 മിനിറ്റ്സ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പോയി കുളിച്ചിട്ട് വരാം. എന്തായാലും ഞാൻ അങ്ങനെ കുളിച്ചൊക്കെ വന്നു, ഫ്രഷായി ഡ്രസ്സൊക്കെ ചെയ്തു. ഇനി കുറച്ച് നോർമൽ ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ ഐ വിൽ അപ്ലൈ ദ ടോണർ.
സോ നോർമൽ ഞാൻ കാണിച്ചിട്ടുള്ള സ്കിൻ കെയർ തന്നെയാണ്. അപ്പോൾ ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്യട്ടെ. ടോണർ അപ്ലൈ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ റൈസ് ടോണറാണ്. അത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇത് ഭയങ്കര എഫക്റ്റീവാണ്. അത് സീറം അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനൊരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും അപ്ലൈ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ് കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ലൈറ്റിൻ്റെ കാജലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഫേസസ് കാനഡയുടെ കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കും. സോ നല്ലപോലെ കോമ്പാക്ട് ഇട്ടിട്ട് പോൺസിൻ്റെ ഈ ഒരു ഗ്ലോ പൗഡർ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് ഞാൻ ചെറുതായിട്ട് ഐടെക്സിൻ്റെ ഒരു ചെറിയ പൊട്ടും കൂടെ കുത്തിക്കഴിഞ്ഞാൽ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും ഓഫീസിൽ പോകുമ്പം ജസ്റ്റ് ഒരുപാടൊന്നും ഒരുങ്ങാറില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. സോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞാനൊന്ന് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കും. വെസ്റ്റ് സൈഡിൻ്റെ ലിപ്സ്റ്റിക്കാണിത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ലിവിങ് കണ്ടീഷണർ ഹിമാലയയുടെ ഇത് ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലൊരു വാച്ച് പെയർ ചെയ്യും. സ്മാർട്ട് വാച്ചാണ് ഇന്ന് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ മുടിയൊക്കെ ജസ്റ്റ് ഒരു ക്ലിപ്പിട്ട് കുത്തത്തേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് ഞാൻ നല്ലപോലെ ചീവി കെട്ടുള്ളൂ. അപ്പോഴത്തേനും ഉണങ്ങും. പിന്നെ ഞാനൊരു പെർഫ്യൂം അടിക്കും. ഈ പെർഫ്യൂമും വെസ്റ്റ് സൈഡിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. അങ്ങനെ പെർഫ്യൂമൊക്കെ അടിച്ച് റെഡിയായി. അപ്പോൾ ഇതാണ് എൻ്റെ ഓഫീസ് ബാഗ്. അപ്പോൾ ഞാൻ പോയിട്ട് വരാം.